ഹായ്, നമ്മൾ ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനിഷനാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഇൻ്റഗ്രേഷൻ്റെ ഡെഫിനിഷനൊക്കെ നമ്മൾ പഠിച്ചു. ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ തരികയാണെങ്കിൽ അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതാണ് ഇൻ്റഗ്രേഷൻ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ എഫ് ഓഫ് എക്സ്. ഇത് നമുക്ക് തിരിച്ചെഴുതാം, അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് ഇപ്പോൾ ഞാൻ നേരത്തെ എഴുതിയത്. ഈ രണ്ട് രീതിയിൽ എഴുതുന്നത് എന്താണ്? ശരിയാണ്. അപ്പോൾ ജസ്റ്റ് ഈ രണ്ട് നോട്ടേഷൻ ഒന്ന് പഠിച്ചു വയ്ക്കും. ദി ഫംഗ്ഷൻ on the right hand side of the above equation is called the indefinite integral of f and f is called the integrand. അതായത് റൈറ്റ് ഹാൻഡ് സൈഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തിന് നമ്മൾ എന്താ പറഞ്ഞത്? ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഓഫ് എഫ് അല്ലെങ്കിൽ ഇൻ്റഗ്രൻറ്റ്. എഫിനെ നമ്മൾ വിളിക്കുന്നതാണ് ഇൻ്റഗ്രൻറ്റ്. ഇൻ്റഗ്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് ഞാൻ ഇൻ്റഗ്രേഷൻ്റെ ഡെഫിനിഷൻ പറഞ്ഞിരുന്നു. ദെൻ ഇൻ്റഗ്രേഷൻ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് നമുക്ക് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എന്നൊക്കെ എഴുതാം, ഫണ്ടമെൻ്റൽ തിയറംസ് ഒക്കെ വെച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ വിത്ത് എൻഡ് പോയിൻറ്റ് സ്പെസിഫൈഡ് നമുക്ക് എ ടു ബി എ ബി എന്ന് പറഞ്ഞ എൻഡ് പോയിൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയും. അപ്പോൾ എ ടു ബി ആണെങ്കിൽ അല്ലെങ്കിൽ ക്ലോസ് ഇൻ്റർവൽ എ ബി എന്ന് പറഞ്ഞാൽ ആ ഒരു എൻഡ് പോയിൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെന്താ പറയുക? ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ഓക്കെ, ദെൻ നമുക്ക് ചെക്ക് ചെയ്യാനാണ് പ്രോബ്ലം തന്നിരിക്കുന്നത്. ചെക്ക് ദി ഫോളോയിങ് ഇൻ്റഗ്രൽ. അതായത് ഫോളോയിങ് ഇൻ്റഗ്രൽ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 3t² + 1 + t³ എന്ന് പറയുന്നതിൻ്റെ ആൻസർ ഇതാണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. വി നോ ദി ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ഈസ് 0. കോൺസ്റ്റൻറ്റ് ഡെറിവേറ്റീവ് ആവുമെന്ന് നോക്കണ്ട. d/dt ഓഫ് t³ അത് ഇതിനാണ് ഇപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ഇതിന്ന് ഇങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, ഡെറിവേറ്റ് ചെയ്യണം. ഇതിനെ നമ്മൾ ഡെറിവേറ്റ് ചെയ്യാണ്. അപ്പോൾ d/dt ഓഫ് t³ / 1 + t³ ഈക്വൽ ടു c എന്നാണ്. അപ്പോൾ അതിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡെറിവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അതായത് d/dt ഓഫ് f + g എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? d/dt ഓഫ് f പ്ലസ് d/dt ഓഫ് g എന്ന് എഴുതാം. ഓക്കെ, ആ ഒരു റൂൾ വെച്ചിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? കോഷ്യൻ റൂളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതായത് നമുക്കൊക്കെ ചെയ്യേണ്ടത് d/dt ഓഫ് എന്താണ്? t³ / 1 + t³. ഇതിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? കോഷ്യൻ റൂൾ യൂസ് ചെയ്യുക. അതായത് ആദ്യം ഇത് എഴുതാം, 1 + t³ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് t³ പറഞ്ഞാൽ 3t² മൈനസ് t³ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 1 + t³ എന്ന് പറഞ്ഞാൽ 3t². ഓക്കെ, ഓൾ ഡിവൈഡഡ് 1 + t³ (² ഓക്കെ, ഇവിടെ എന്ത് വരും? അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുക, 3t² ഇൻറ്റു 1 + t³ മൈനസ് t³ ഇൻറ്റു 3t² ഡിവൈഡഡ് 1 + t³ (² പ്ലസ് കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. എന്നാൽ നമ്മൾ എന്ത് ചെയ്യുക? അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഇതിന് 3t² ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ 3t² പ്ലസ് 3t²ഉം t³ കൂടിയിട്ട് 3t⁵ മൈനസ് 3t⁵. അപ്പോൾ 3t⁵ഉം 3t⁵ഉം ക്യാൻസൽ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് വന്ന്? 3t² / 1 + t³ എന്ന് വന്നു. നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ജസ്റ്റ് ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? നമുക്ക് കിട്ടിയത് d/dt ഓഫ് t³ / 1 + t³ പ്ലസ് c ഈക്വൽ ടു, ഇപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ഇൻ്റഗ്രേഷൻ അല്ല, 3t² / 1 + t³ എന്നാണ് നമുക്കിപ്പോൾ കിട്ടിയത് അല്ലേ? നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് സൈഡ് കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. രണ്ട് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഇൻ്റഗ്രേഷൻ, ഇവിടെ ഇൻ്റഗ്രേഷൻ. ഇവിടെ ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും കൂടി എന്താവും? ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ എന്താ വരിക? t³ / 1 + t³ പ്ലസ് c ഈക്വൽ ടു ഇൻ്റഗ്രേറ്റ് 3t² / 1 + t³ എന്ന് വന്നു. ഓക്കെ, ഇനി നമ്മളോട് ഇതിൻ്റെ വാല്യൂ കണ്ടെത്താൻ പറയുന്നുണ്ടോ? ക്വസ്റ്റ്യൻ നോക്കാം. ഇവാലുവേറ്റ് ഇൻ്റഗ്രേഷൻ 0 to 1 വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ബൈ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാല്യൂ, അതായത് ഡിഫറൻസിയേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ t³ ആണ്. അപ്പോൾ ടിയുടെ സ്ഥലത്ത് എന്ത് കൊടുക്കുക? 0ഉം 1ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് നമ്മുടെ ഫൈനൽ ആൻസർ 1/2. ഓക്കെ, ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു ഫംഗ്ഷൻ്റെ
ആൻറ്റി ഡെറിവേറ്റീവ് ഈ ഒരു ഫംഗ്ഷൻ്റെ ഇൻറ്റഗ്രേഷൻ ചെയ്യുക. ഇൻറ്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ടി ക്യൂബ് ബൈ 1 പ്ലസ് ടി ക്യൂബ് എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്താ വരിക 1 ക്യൂബ് 1 ക്യൂബ് ബൈ 1 പ്ലസ് 1 ക്യൂബ് മൈനസ് 0. അപ്പോൾ ഫൈനൽ ആൻസർ 1/2 എന്ന് വരും. ഇനി അടുത്തത് റൂൾസാണ്. റൂൾസ് ഫസ്റ്റ് റൂൾ ഇൻറ്റഗ്രേഷൻ എ ടു ബി എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് നമുക്ക് എന്ത് ചെയ്താൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇൻറ്റഗ്രേഷൻ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രേഷൻ എ ടു ബി ജി ഓഫ് എക്സ് ഡി എക്സ്, അതിന് നമ്മൾ സം റൂൾ എന്ന് പറയും. സെക്കൻഡ് വൺ ഇൻറ്റഗ്രേഷൻ എ ടു ബി സി ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സിന് സി എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കുക. ദെൻ സി ഇൻറ്റു ഇൻറ്റഗ്രേഷൻ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് വേർ സി ഈസ് എ കോൺസ്റ്റൻറ്റ് ആൻഡ് ഇതിന് കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ എന്നാണ് പറയാം. ആൻഡ് തേർഡ് വൺ ഇഫ് എ ലെസ് ദാൻ ബി ലെസ് ദാൻ സി ദെൻ ഇൻറ്റഗ്രേഷൻ എ ടു സി എഫ് ഓഫ് എക്സ് ഡി എക്സിന് നമുക്ക് ഇൻറ്റഗ്രേഷൻ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രേഷൻ ബി ടു സി എഫ് ഓഫ് എക്സ് ഡി എക്സിന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി as a constant then integration a to b f of x dx നമുക്ക് എന്ത് എഴുതാം c ഇൻറ്റു ബി മൈനസ് എ. അതായത് ഇപ്പോൾ ഇൻറ്റഗ്രേഷൻ എ ടു ബി 1 ഇൻറ്റു 1 ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ ആൻസർ 1 ഇൻറ്റു ബി മൈനസ് എ എന്നല്ലേ, അതാണ് വരുന്നത്. ഓക്കെ, ദെൻ അടുത്ത എന്താ if f of x less than or equal to g of x for all x satisfying a less than or equal to x less than or equal to b then integration a to b f of x dx is less than or equal to integration a to b g of x dx. Okay, then next assuming that f and g have antiderivative, f-നും g-ക്കും ആൻറ്റിഡെറിവേറ്റീവ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻറ്റഗ്രേഷൻ എ ടു ബി എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇൻറ്റഗ്രേഷൻ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രേഷൻ എ ടു ബി ജി ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാൻ പറ്റും എന്നാണ് നമ്മൾ പറയുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്യാം, എഫ് ആണ് അതിൻ്റെ ആൻറ്റിഡെറിവേറ്റീവ് എന്ന് വിചാരിക്കാം, ജി ആണ് ജിയുടെ ആൻറ്റിഡെറിവേറ്റീവ് എന്ന് വിചാരിക്കാം. ദെൻ എഫ് ഡാഷ് ഓഫ് എക്സ് നമുക്ക് എങ്ങനെ എഴുതാം, സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. ജി ഡാഷ് ഓഫ് എക്സ് നമുക്ക് എങ്ങനെ എഴുതാം, സ്മോൾ ലെറ്റർ ജി ഓഫ് എക്സ് എന്ന് എഴുതാം. ദെൻ സം റൂൾ യൂസ് ചെയ്ത് നമുക്ക് എന്ത് എഴുതാം, ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ്. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് ഇതെന്ന് പറഞ്ഞാൽ ജി ഡാഷ് ഓഫ് എക്സ്. ദെൻ എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് ജി ഡാഷ് ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് പറഞ്ഞാൽ എന്താ സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ്, സോ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. ഹെൻസ് എഫ് പ്ലസ് ജി ഈസ് ദി ആൻറ്റിഡെറിവേറ്റീവ് ഓഫ് എഫ് പ്ലസ് ജി എന്ന് എഴുതാം. ഓക്കെ, അതാണ് പറഞ്ഞത്. ഇതിൻ്റെ ആൻറ്റിഡെറിവേറ്റീവാണ്, എഫിൻ്റെ ആൻറ്റിഡെറിവേറ്റീവ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് പ്രൂവ് ചെയ്തു, എഫ് പ്ലസ് ജി, ക്യാപിറ്റൽ ലെറ്റർ എഫ് പ്ലസ് ജി ഈസ് ദി ആൻറ്റിഡെറിവേറ്റീവ് ഓഫ് സ്മോൾ ലെറ്റർ എഫ് പ്ലസ് ജി. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഓൾ ഡാഷ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, അത് ആൻറ്റിഡെറിവേറ്റീവ് അല്ലേ. ദെൻ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, ഇൻറ്റഗ്രേഷൻ എ ടു ബി സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എ ടു ബി ലിമിറ്റ് കൊടുത്തു. ദെൻ എഫ് ഓഫ് ബി പ്ലസ് ജി ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ പ്ലസ് ജി ഓഫ് എ. ദെൻ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ, അതായത് ഇതിൻ്റെ രണ്ടിനും കൂടി അടുത്തെടുത്തു. ദെൻ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ പ്ലസ് ജി ഓഫ് ബി മൈനസ് ജി ഓഫ് എ. ഇതെന്ന് പറഞ്ഞാൽ എന്താ, എഫ് ഓഫ് എക്സിന് എ ടു ബി എന്ന് പറഞ്ഞാൽ ലിമിറ്റ് കൊടുത്തത്, ഇതെന്ന് പറഞ്ഞാൽ ജി ഓഫ് എക്സിന് എ ടു ബി എന്ന് പറഞ്ഞാൽ ലിമിറ്റ് കൊടുത്തത്. ഇത് എ ടു ബി ലിമിറ്റ് കൊടുത്തതിന് നമ്മൾ എന്താ പറയുക, ഇൻറ്റഗ്രേഷൻ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നാണ് പറയുക, പ്ലസ് ഇൻറ്റഗ്രേഷൻ എ ടു ബി ജി ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഫസ്റ്റത്തെ ആ ഒരു റിസൾട്ട്, ആ ഒരു രണ്ട് റിസൾട്ട് യൂസ് ചെയ്ത് ചെയ്യുന്നതാണ്. എന്താ, ഒരു റിസൾട്ട് ഇതും ഒരു റിസൾട്ട് ഇതും, ഈ രണ്ട് റിസൾട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്തത്. ഓക്കെ, then assuming that f and g have antiderivatives, prove that if f of x less than or equal to g of x for all x satisfying a less than or equal to x less than or equal to b then integration a to b f of x dx less than or equal to integration a to b g of x dx. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, എഫ് എന്ന് പറഞ്ഞത് സ്മോൾ ലെറ്റർ എഫിൻ്റെ ആൻറ്റിഡെറിവേറ്റീവ് ആണെന്നും ക്യാപിറ്റൽ ലെറ്റർ ജി എന്ന് പറഞ്ഞത് സ്മോൾ ലെറ്റർ ജിയുടെ ആൻറ്റിഡെറിവേറ്റീവ് ആണെന്നും എടുക്കാം. Then capital letter f dash of x equal to small letter f of x and capital letter g dash of x equal to small letter g of x. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനേക്കാളും ചെറുതാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എഫ് മൈനസ് ജി ഡാഷ് ഓഫ് എക്സ് നമുക്ക് എങ്ങനെ എഴുതാം, എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസ് ജി ഡാഷ് ഓഫ് എക്സ് എന്ന് എഴുതാം. ഈ എഫ് ഡാഷ് ഓഫ് എക്സ് പറഞ്ഞാൽ എന്താ, സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ് മൈനസ് സ്മോൾ ലെറ്റർ ജി ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഈ ഫംഗ്ഷൻ നെഗറ്റീവ് ആണ്, നെഗറ്റീവ് ഡെറിവേറ്റീവ് ഈസ് ഡിക്രീസ്, നെഗറ്റീവ് ഡെറിവേറ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. സോ എഫ് ഓഫ് ബി മൈനസ് ജി ഓഫ് ബി, അതായത് അപ്പർ ലിമിറ്റിൽ രണ്ടിലും ആയാലും ലെസ് ദാൻ 0 ആണ് വരുന്നത്. അപ്പോൾ അപ്പർ ലിമിറ്റും നമ്മൾ ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് എന്ത് പറയാം, അപ്പർ ലിമിറ്റിനേക്കാളും ലോവർ ലിമിറ്റ് എന്തായിരിക്കും,
എഫ് ഓഫ് ബി മൈനസ് ജി ഓഫ് ബി മൈനസ് എഫ് ഓഫ് ബി മൈനസ് ജി ഓഫ് എ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അതായത് ഇപ്പോൾ ചെയ്തത് എന്താ വിചാരിച്ചാൽ നമുക്കിപ്പോൾ എന്ത് കിട്ടി? എഫ് മൈനസ് ജി ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്ന് കിട്ടി. നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ജി ഓഫ് എക്സിന് നമ്മൾ ഈ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് എടുത്തതിന് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലേ? സോ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? എഫ് മൈനസ് ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? എഫ് ഓഫ് ബി ലിമിറ്റ് കൊടുക്കുക. എഫ് ഓഫ് ബി മൈനസ് ജി ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ മൈനസ് ജി ഓഫ് എ എന്ന് വരും. ഓക്കെ, എഫ് ഓഫ് ബി മൈനസ് ജി ഓഫ് എ ഇത് എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ദെൻ നമുക്ക് എന്ത് എഴുതാം? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ രണ്ടിനും കൂടി ഒരുമിച്ച് എഴുതി മൈനസ് ജി ഓഫ് ബി ക്യാപിറ്റൽ ലെറ്റർ ജി ഓഫ് ബി മൈനസ് ജി ഓഫ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓക്കെ, ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ദെർഫോർ ഇത് ഇങ്ങനെ എഴുതുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് ബി മൈനസ് ജി ഓഫ് എ എന്ന് എഴുതാം. ഓക്കെ, ജി ഓഫ് ബി മൈനസ് ജി ഓഫ് എ ദാറ്റ് ഈസ് ഇതെന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് അറ്റ് ലിമിറ്റ് എ ടു ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് അറ്റ് ലിമിറ്റ് എ ടു ബി. ഓക്കെ, അതെല്ലാം നമുക്ക് പ്രൂവ് ചെയ്യാറുണ്ടായിരുന്നത്. ദെൻ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് വെച്ചിട്ട് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് വെച്ചിട്ട് നമുക്ക് എന്ത് പ്രൂവ് ചെയ്തു? ഇൻ്റഗ്രേഷൻ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് less than or equal to integration a to b g of x dx. എപ്പോൾ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ഇനി അടുത്ത ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് ഓൾട്ടർനേറ്റീവ് വേർഷനാണ് അടുത്ത് പറഞ്ഞത്. അതായത് എഫ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ് ഇൻ്റർവൽ എ ബി ആണെങ്കിൽ ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് ഇൻ്റഗ്രേഷൻ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എസ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആയിരിക്കുന്നതാണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. ഈ ഒരു റിസൾട്ട് മാത്രം അതിൽ പഠിച്ചു വെച്ചാൽ മതി, വേറെ ഒന്നുമില്ല അതിൽ പഠിക്കും. ഓക്കെ, ദെൻ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ലെറ്റ് ഇൻ്റഗ്രേഷൻ 3 to t 1 by 4 minus s square plus 8 cube ds find f dash of 4 എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ടിയുടെ സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുക്കാം? ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ എന്താ? സ്മോൾ ലെറ്റർ എഫ് ഓഫ് എസ് ആണ്. ഇത് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ എഫ് ഓഫ് എസ് ആണ്. ദെൻ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് വെച്ചിട്ട് നമുക്ക് എഫ് ഡാഷ് ഓഫ് ടീന് നമുക്ക് എങ്ങനെ എഴുതാം? ഡി ബൈ ഡി ടി ഓഫ് ഇൻ്റഗ്രേഷൻ 3 to t അല്ലേ? നോക്കൂ, ഡി ബൈ ഡി ടി ഓഫ് ഇവിടെ എക്സ് ആണ്. ഡി ബൈ ഡി ടി ഓഫ് ഇൻ്റഗ്രേഷൻ 3 to t ഇവിടെ എക്സിൻ്റെ സ്ഥലത്ത് 3 to t ഇവിടെ 3 നമുക്ക് തന്നിട്ടുണ്ട്. 3 to t 1 by 4 minus s square plus 8 whole cube എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫണ്ടമെൻ്റൽ എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ? 1 by എസിൻ്റെ സ്ഥലത്ത് ടി എന്ന് കൊടുക്കാം. അപ്പോൾ 1 by 4 minus t square plus 8 whole cube എന്ന് വരും. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ടിയുടെ സ്ഥലത്ത് 4 കൊടുക്കുക. ടിയുടെ സ്ഥലത്ത് 4 കൊടുക്കുമ്പോൾ എഫ് ഡാഷ് ഓഫ് 4 ഈക്വൽ ടു എഫ് ഓഫ് 4 ഈക്വൽ ടു 1 by 4 minus 4 whole square plus 8 cube. ഈ 4 minus 4 എന്തായിരിക്കും? 0 ആയിരിക്കും. സോ 1 by 8 cube ദാറ്റ്സ് ഈക്വൽ ടു 1 by 512. ഓക്കെ, ദെൻ അടുത്ത് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദി ഫോളോയിങ് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷന് ഡെറിവേറ്റീവ് കണ്ടെത്താനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് ടി ആണ്. സോ എഫ് ഓഫ് ടി ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് ടി സ്ക്വയർ. ഓക്കെ, റൂട്ട് ഓഫ് 1 പ്ലസ് ടി സ്ക്വയർ. ഇത് നമ്മൾ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസിൻ്റെ ഓൾട്ടർനേറ്റീവ് വേർഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം? നെക്സ്റ്റ് പേജിൽ ചെയ്യും. ഓൾട്ടർനേറ്റീവ് വേർഷൻ വെച്ചിട്ട് നമുക്കിവിടെ എഫ് ഓഫ് ടി ഈക്വൽ ടു ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആണ് റൂട്ട് ഓഫ് 1 പ്ലസ് ടി സ്ക്വയർ ആണ്. ഓക്കെ, ദെൻ ഡി വൈ ബൈ വൈ അല്ല ഇവിടെ തന്നിരിക്കുന്നത്. സോ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ്
ഇൻ്റഗ്രേഷൻ 0 to x റൂട്ട് ഓഫ് 1 പ്ലസ് ടി സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 1 പ്ലസ് ടി സ്ക്വയർ ആണ്. ദെൻ എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ, 1 പ്ലസ് എക്സ് സ്ക്വയർ, ഇതാണ് എന്ത്? ഇതിൻ്റെ ഡെറിവേറ്റീവ്. ഇനി അതേപോലെ നോക്കാം. ദെൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ് നമ്മളുടെ ഇതിൻ്റെ ഡെറിവേറ്റീവ്. ഈ ഒരു ഇൻ്റഗ്രേഷൻ്റെ ഡെറിവേറ്റീവ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ. ദെൻ നെക്സ്റ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? എഫ് ഓഫ് വൈ ഈക്വൽ ടു റൂട്ട് ഇൻ്റഗ്രേഷൻ ടി ടു 3x³ 1 പ്ലസ് എക്സ് റേസ് ടു 5 dx. അപ്പോൾ നമുക്ക് എന്താ അറിയാം? നമുക്കുള്ള ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഓൾജിബ്ര എന്ന് പറഞ്ഞിട്ട് ഫോം എങ്ങനെയാണ്? 3 to a to x എന്നാണ്. a to x എന്നാണ്. അത് a എന്ന് പറഞ്ഞാൽ ഏത് റിയൽ വാല്യൂ വേണമെങ്കിലും എടുക്കാം. പക്ഷെ നമുക്ക് ഇവിടെ തന്നിക്കുന്നത് എന്താ? തിരിച്ചിട്ടാണ് തന്നിക്കുന്നത്. അതായത് താഴെ ടിയും മേലെയാണ് 3 തന്നിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിന് നേരെ ഇൻ്റഗ്രേഷന് മൈനസ് ചെയ്ത് കൊടുക്കാം. മൈനസ് ചെയ്യുമ്പോൾ നേരെ തിരിയും. സോ 3 to t എന്നുള്ള രൂപത്തിൽ വരും. അപ്പോൾ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസിൻ്റെ ഓൾട്ടർനേറ്റീവ് വേഷം വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് ടി എന്ന് വരും. മൈനസ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ എഫ് ഓഫ് എക്സ് പറഞ്ഞാൽ x³ ഇൻറ്റു 1 പ്ലസ് എക്സ് റേസ് ടു 5 ആണ്. സോ മൈനസ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്ത് എഴുതും? മൈനസ് t³ ഇൻറ്റു 1 പ്ലസ് ടി റേസ് ടു 5 എന്ന് എഴുതും. നിങ്ങൾ ഇതിൽ നോക്കുക, നമുക്ക് തന്നിട്ടുള്ള 2 ക്വസ്റ്റ്യനിലും നമുക്ക് എഫ് ഓഫ് ടി എന്ത് കിട്ടി? നമുക്ക് എഫ് ഓഫ് ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് കണ്ടെത്താൻ പറഞ്ഞത്. ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടെത്താൻ പറഞ്ഞാൽ ഇവിടെ എഫ് ഓഫ് എക്സ് പറഞ്ഞാൽ റൂട്ട് ഓഫ് 1 പ്ലസ് ടി സ്ക്വയർ ആണ്. അപ്പോൾ അത് നിങ്ങൾ എന്ത് നോക്കുക? ലിമിറ്റ് എന്ന് പറയുന്നത് a to x എന്നുള്ള രൂപത്തിലല്ലേ നോക്കാം. അപ്പോൾ നമുക്ക് a എന്ന് പറഞ്ഞാൽ ഏത് റിയൽ നമ്പർ വേണമെങ്കിലും ഏത് റിയൽ നമ്പർ വേണമെങ്കിലും വരാം. അപ്പോൾ മേലെയാണ് അപ്പർ ലിമിറ്റാണ് നമുക്ക് എന്ത് വേണ്ടത്? വേരിയബിൾസ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞത് എന്താ? എളുപ്പ വഴിയാണ് കേട്ടോ പറഞ്ഞത്. എഫ് ഓഫ് എക്സ് പറഞ്ഞാൽ റൂട്ട് ഓഫ് 1 പ്ലസ് ടി സ്ക്വയർ ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഫംഗ്ഷൻ എന്താ? 1 പ്ലസ് ടി സ്ക്വയർ അല്ല, എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ടി സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് എന്തായിട്ട് മാറും? റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ എന്നായിട്ട് മാറും. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു എളുപ്പ വഴി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. അതിൻ്റെ ലിമിറ്റ് ആദ്യം നോക്കുക. ലിമിറ്റ് ആദ്യം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്? തിരിഞ്ഞിട്ടാണ് വരുന്നത് അല്ലേ? a to x അല്ല വരുന്നത്. അവിടെ എന്താ വരുന്നത്? ഇൻ്റഗ്രേഷൻ x to a ആണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? ഒരു മൈനസ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്ത് വരും? എഫ് ഓഫ് ടി ഈക്വൽ ടു ഇവിടെ ഏതാണോ വരുന്നത് അതാണ് ഇവിടെ എഴുതേണ്ടത്. എഫ് ഓഫ് ടി ഇവിടെ എക്സ് ആയതുകൊണ്ടാണ് നേരത്തെ എഫ് ഓഫ് എക്സ് എന്ന് എഴുതിയത്, ഡെറിവേറ്റീവ് കേട്ടോ. അപ്പോൾ എഫ് ഓഫ് ടി ഈക്വൽ ടു എന്താ വരിക? t³ മൈനസ് t³ ഇൻറ്റു 1 പ്ലസ് ടി ഓൾ റേസ് ടു 5 എന്ന് വരും. ഓക്കെ, അതാണ് ഒരു എളുപ്പ വഴി പറയുന്നത്. നിങ്ങൾ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസിൻ്റെ ഓൾട്ടർനേറ്റീവ് വേഷം യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഡെറിവേറ്റീവ് ഉണ്ട്. നമുക്ക് ഇൻ്റഗ്രേഷൻ നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഒരു ഇൻ്റഗ്രേഷൻ തരും. എന്നിട്ട് ഇതേപോലെ തന്നെ അതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ പറയാം. അപ്പോൾ എന്താ സിമ്പിളല്ലേ? ആദ്യം എന്താ നോക്കേണ്ടത്? ലിമിറ്റാണ് നോക്കേണ്ടത്. ഇൻ്റഗ്രേഷൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. ലിമിറ്റ് നോക്കുക. a to എക്സ് ആണെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ടേം ടിയിലായിരിക്കും. അപ്പോൾ നമുക്ക് ഡെറിവേറ്റീവ് എന്താ കിട്ടേണ്ടത്? എക്സിലാണ് നമുക്ക് ഡെറിവേറ്റീവ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ഈ എഫ് ഓഫ് ടീന് എന്ത് ചെയ്യാം? എക്സിലേക്ക് മാറ്റി എഴുതാം. റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ഇനി ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എഫ് ഓഫ് എക്സ് എന്നുള്ള ടേമിലാണ്. നമുക്ക് കിട്ടേണ്ട ഡെറിവേറ്റീവ് എന്തിൻ്റെ ടേമിലായിരിക്കണം? ടിയുടെ ടേമിലായിരിക്കണം. അപ്പോൾ എഫ് ഓഫ് ടി എന്നുള്ള ടേമിലായിരിക്കും എന്ത് വരിക? ഡെറിവേറ്റീവ് വരും. ഓക്കെ, അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ലിമിറ്റ് a to x അല്ലെങ്കിൽ മൈനസ് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ ഡെറിവേറ്റീവിൻ്റെ ഇൻ്റഗ്രേഷൻ്റെ ഒക്കെ ഭാഗം. ഓക്കെ, താങ്ക് യു.